ജോലി മാറാതെ, ശമ്പളം കൂട്ടാതെ, ഒരു സൈഡ് ബിസിനസ് പോലും ചെയ്യാതെ ഒരു വർഷം കൊണ്ട് 15,000 രൂപ മുതൽ 30,000 രൂപ വരെ ലാഭിക്കാൻ സാധിച്ചാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ദിവസവും 50 അല്ലെങ്കിൽ 100 രൂപ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ ഒരു മാറ്റം വരുത്തിയാൽ മാത്രം മതി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സാധ്യമാക്കാൻ. ഇത് വളരെ ചെറിയ തുകയാണെന്ന് തോന്നുന്നുണ്ടാകും അല്ലേ? കൂടുതൽ വ്യക്തമാക്കി തരാം. പലരും സമ്പാദിക്കാൻ ബുദ്ധിമുട്ടുന്നത് വലിയ തുകകളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഒരുമിച്ച് 5,000 അല്ലെങ്കിൽ 10,000 രൂപ മാറ്റിവെക്കാൻ കഴിയുമ്പോൾ ഞാൻ സമ്പാദിക്കുമെന്നായിരിക്കും പലരും കരുതുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ പണം ചെറിയ ചെലവുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ചെറിയ തുക സമ്പാദിച്ചു തുടങ്ങിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക നിങ്ങളുടെ കയ്യിൽ ബാക്കിയാകും. ഈ രീതി ഫലപ്രദമാകുന്നതിന്റെ കാരണം തുക ചെറുതായതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്നതാണ്. മാത്രമല്ല, നിങ്ങളിത് ദിവസവും ചെയ്യുമ്പോൾ ഒരു ശീലം വളർത്തിയെടുക്കുന്നത് പോലെയാണ്. ഈ രീതി തുടങ്ങാൻ എല്ലാ ദിവസവും 50 രൂപ മാറ്റിവെക്കുക. കയ്യിൽ സൂക്ഷിക്കുകയോ ഒരു പ്രത്യേക സേവിങ്സ് അക്കൗണ്ടിലോ റിക്കറിംഗ് ഡെപ്പോസിറ്റിലോ ഡിജിറ്റൽ വാലറ്റിലോ ബാങ്കിന്റെ ഗോൾഡ് ഫീച്ചറിലോ ഒക്കെ ഈ തുകയിടാം. ഇങ്ങനെ ദിവസവും ചെയ്യണം. ചെറിയ ആഗ്രഹങ്ങൾക്കായി അത് എടുക്കാൻ പാടില്ല എന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. 30 ദിവസങ്ങൾക്കുള്ളിൽ ഈ തുക 1,500 രൂപയായി മാറും. അതുപോലെ 6 മാസങ്ങൾക്കുള്ളിൽ ഏകദേശം 9,000 രൂപ കയ്യിലുണ്ടാകും. അങ്ങനെ നോക്കിയാൽ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 18,000 രൂപ കയ്യിൽ ബാക്കിയുണ്ടാകും. 50 രൂപ എന്നത് പുറത്തു നിന്നൊരു ചായയും സ്നാക്സും കഴിക്കുന്നതിനോ ഒരു ചെറിയ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും വാങ്ങുന്നതിനോ ഒക്കെ തുല്യമായിരിക്കും. അത്തരം ഒരു ചെറിയ ചെലവ് വഴിതിരിച്ചു വിടുന്നത് കാലക്രമേണ ഒരു നല്ല സമ്പാദ്യമാണ് രൂപപ്പെടുത്തുന്നത്. ഈ സമ്പാദ്യത്തിനായി ഒരു സമയം നിശ്ചയിക്കുക. വൈകുന്നേരം വീട്ടിലെത്തിയ ഉടൻ, അല്ലെങ്കിൽ രാവിലെ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് ആദ്യം പണം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ എന്നിങ്ങനെ നിങ്ങളുടെ കംഫർട്ട് ഉപയോഗിച്ച് ടൈം തീരുമാനിക്കാം. ഇതിനെ ഒരു നിർബന്ധിത ബില്ലായി തന്നെ കണക്കാക്കുക. ഒരു തവണ ഇതുകൊണ്ടുള്ള ഗുണം കിട്ടിക്കഴിഞ്ഞാൽ പതിയെ നിങ്ങൾ ഈ രീതി തുടർന്നോളും. അതുപോലെ കുറച്ചുകൂടി തുക മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദിവസവും 100 രൂപ വെച്ച് സേവ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 രൂപ വെച്ച് മാറ്റിവെക്കാവുന്നതാണ്. 30 ദിവസത്തിനുള്ളിൽ ഈ തുക 3,000 രൂപയായി മാറും. 6 മാസത്തിനുള്ളിൽ ഏകദേശം 18,000 രൂപയോളമാണ് ലഭിക്കുക. ഇതേ രീതി തുടർന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 36,000 രൂപ കയ്യിലുണ്ടാകും. ചെറിയ പ്രശ്നങ്ങൾക്ക് ഒരു നല്ല അടിയന്തര ഫണ്ട്, വീട്ടുപകരണങ്ങൾ വാങ്ങാനോ റീപ്ലേസ് ചെയ്യാനോ, അല്ലെങ്കിൽ കടം വാങ്ങാതെ ഒരു ചെറിയ യാത്രയ്ക്കോ ഉത്സവ ചെലവുകൾക്കോ ഒക്കെ ഈ ഫണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ട്രാവലിന് പോലും ഈ ഫണ്ട് സുഖമായി ഉപയോഗിക്കാനാകും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ദിവസവും 100 രൂപ കണ്ടെത്തുന്നത് എവിടെ നിന്നായിരിക്കും എന്നാണ്. ആഴ്ചയിൽ ഒരിക്കൽ സ്ഥിരമായി ഓർഡർ ചെയ്യുന്ന ഓൺലൈൻ ഭക്ഷണത്തിന്റെ എണ്ണം കുറയ്ക്കുകയോ മറ്റോ ചെയ്താൽ തന്നെ ഈ തുക ഈസിയായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മാസത്തിൽ 1-2 തവണയായി ഓൺലൈൻ ഷോപ്പിംഗ് കുറയ്ക്കുക. ദൈനംദിന ശീലങ്ങളിൽ അല്പം വില കുറഞ്ഞ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. വീട്ടിൽ കുക്ക് ചെയ്യുന്നത് ശീലമാക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയും ഈ കാര്യം നടത്തിയെടുക്കാവുന്നതാണ്. ഇനി അഥവാ എല്ലാ ദിവസവും 100 രൂപ മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ വീക്കിലി ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ആദ്യ ആഴ്ച 100 രൂപ സേവ് ചെയ്യുക. അടുത്ത ആഴ്ച 200 രൂപയാക്കി ഉയർത്തുക. 3-ാം ആഴ്ചയിൽ 300 രൂപയിലേക്ക് മാറുക. അതിനടുത്ത ആഴ്ചയിൽ തുക കൂട്ടുക. ഇതും പതിയെ പതിയെ നിങ്ങളെ ഒരു സമ്പാദ്യ ശീലത്തിലേക്ക് നയിക്കും. കുടുംബങ്ങൾക്കോ കപ്പിൾസിനോ ഒക്കെ ഈ ശീലം ഒരുമിച്ച് വളർത്താനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും കഴിയും. ഓരോ ആഴ്ചയിലെയും ലക്ഷ്യം എഴുതി വെക്കുക. പൂർത്തിയാകുമ്പോൾ ടിക്ക് ചെയ്യുക. ഇതൊരു ഗെയിം പോലെ മനസ്സിൽ തീരുമാനിക്കുകയും തുടരുകയും ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താനായി സാധിക്കും. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ശീലമാകുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ആ തുടക്കം നിങ്ങളുടെ മനസ്സിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.